ശ്രമിക്കുന്നതിലൂടെയും അവസരം ഉപയോഗിക്കുന്നതിലൂടെയും നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടുന്നില്ല. അതിൽ നിന്നും വേറൊന്നും ലഭിച്ചില്ലെങ്കിലും എന്തെങ്കിലും പഠിക്കാനാവും. പ്രതിഫലം നൽകാൻ കഴിഞ്ഞില്ലെങ്കിലും നന്ദി പ്രകാശിപ്പിക്കുന്നത് ശീലമാക്കുക. നർമ്മബോധം ദീർഘായുസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സജീവമായ നർമ്മബോധത്തിൽ പ്രതിഫലിക്കുന്ന മാനസിക മനോഭാവം ചില ആളുകളെ ദീർഘായുസ്സിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. സ്വയം പ്രചോദിപ്പിക്കാൻ കഴിയാത്ത ആളുകൾ അവരുടെ മറ്റു കഴിവുകൾ എത്രമാത്രം മതിപ്പുളവാക്കുന്നതാണെങ്കിലും മിതത്വം കൊണ്ട് തൃപ്തിപ്പെടണം. സൂര്യന് കീഴിൽ പുതിയതായി ഒന്നുമില്ല, എന്നാൽ നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് കഴിയുന്നത്ര മാന്യമായിരിക്കുക. തെളിവില്ലാതെ വിശ്വസിക്കരുത്. അരോചകമായ സത്യങ്ങളിൽ അഭിരുചി വളർത്തുക. ഏറ്റവും പ്രധാനമായി കാര്യങ്ങൾ ഉള്ളതുപോലെ കാണാൻ ശ്രമിക്കുക. പരാജയത്തെക്കാൾ കൂടുതൽ സ്വപ്നത്തെ സംശയം കൊല്ലുന്നു. നിങ്ങൾ എന്നേക്കും ജീവിക്കും പോലെ പഠിക്കുക. നാളെ മരിക്കുന്ന പോലെ ജീവിക്കുക. നിങ്ങൾ ജയിക്കാനാണ് ജനിച്ചത്. പക്ഷേ ഒരു വിജയിയാകാൻ നിങ്ങൾ വിജയിക്കാൻ ആസൂത്രണം ചെയ്യണം. വിജയിക്കാൻ തയ്യാറെടുക്കണം. വിജയിക്കാൻ പ്രതീക്ഷിക്കണം. ഭാവനയാണ് എല്ലാം. ജീവിതത്തിലെ വരാനിരിക്കുന്ന ആകർഷണങ്ങളുടെ പ്രിവ്യൂ ആണത്. ആൾക്കൂട്ടത്തിൽ നിൽക്കാൻ എളുപ്പമാണ്, പക്ഷേ ഒറ്റയ്ക്ക് നിൽക്കാൻ ധൈര്യം ആവശ്യമാണ്. നേതാക്കൾ പരിഹാരങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. അനുയായികൾ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. വിജയം അന്തിമമല്ല, പരാജയം അവസാനമല്ല. തുടരാനുള്ള ധൈര്യമാണ് പ്രധാനം. നിങ്ങൾ ആസൂത്രണം ചെയ്തതുപോലെ എന്തെങ്കിലും ചെയ്യാത്തതിനാൽ അത് ഉപയോഗശൂന്യമാണെന്ന് അർത്ഥമില്ല. നമ്മൾ ഒരിക്കലും മികച്ച ഒരു പങ്കാളിയെ അല്ല അന്വേഷിക്കേണ്ടത്. എപ്പോഴും നിങ്ങളെ മനസ്സിലാക്കി ഇപ്പോൾ ഉള്ളതിനേക്കാൾ മികച്ചൊരു മനുഷ്യനാക്കി നമ്മളെ മാറ്റുവാൻ കഴിയുന്ന ഒരു വ്യക്തിയെയാണ് അന്വേഷിക്കേണ്ടത്. ഒരു വ്യക്തി നിങ്ങളുടെ കൂടെയുള്ളപ്പോൾ എങ്ങനെ സ്നേഹിക്കുന്നു എന്നുള്ളതിനേക്കാൾ നിങ്ങളോടൊപ്പം ഇല്ലാത്തപ്പോൾ നിങ്ങളെ എങ്ങനെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ആ വ്യക്തിയെ മനസ്സിലാക്കാൻ പറ്റിയ ഏറ്റവും നല്ല അവസരം. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ 5 സെക്കൻഡിൽ കൂടുതൽ തുടർച്ചയായി നോക്കിക്കൊണ്ടിരുന്നാൽ അതിനർത്ഥം അയാൾ ആ സ്ത്രീയെ മോഹിക്കുന്നു എന്നാണ്. ഉത്സാഹം നഷ്ടപ്പെടാതെ പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് നടക്കുന്നതാണ് യഥാർത്ഥ വിജയം. വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.